എന്റെ തിരുവനന്തപുരത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും കേരളത്തിലെ സഹോദരി സഹോദരന്മാർക്കും എന്റെ വിനീതമായ നമസ്കാരം. ട്രിൻഫ്ര സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരു നഗരം ലോകോത്തര നിലവാരത്തിലേക്ക് മാറുന്നത് സങ്കല്പിച്ചു നോക്കൂ. വിശാലമായ റോഡുകൾ, അത്യാധുനിക റെയിൽവേ, ലോക നിലവാരമുള്ള തുറമുഖം, പിന്നെ ഒരു IT വിപ്ലവം. 2025 തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനം. അതാണിപ്പോൾ കാണുന്നത്. പക്ഷേ ഈ മാറ്റത്തിന് പിന്നിലെ ശക്തി എന്താണ്? എന്തൊക്കെ വെല്ലുവിളികളുണ്ട്? ഈ പ്രോജക്റ്റുകൾ നമ്മുടെ നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ദൈനംദിന ജീവിതത്തെയും എങ്ങനെ മാറ്റും? ഇന്ന് 2025 ജൂലൈ വരെയുള്ള തിരുവനന്തപുരത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവത്തെ വിശകലനം ചെയ്യാൻ പോവുകയാണ്. തയ്യാറാണോ? വരൂ, നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരം ഇനി വെറും കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനം മാത്രമല്ല, ഇത് കണക്ടിവിറ്റി, ടെക്നോളജി, ഇന്നവേഷൻ എന്നിവയുടെ ഒരു കേന്ദ്രമായി മാറുകയാണ്. ഹൈവേകളിൽ നിന്ന് ഹൈസ്പീഡ് റെയിലിലേക്ക്, തുറമുഖങ്ങളിൽ നിന്ന് സ്പേസ് ടെക് പാർക്കുകളിലേക്ക് നഗരം ഒരു വമ്പൻ മാറ്റത്തിന്റെ പാതയിലാണ്. ഈ വീഡിയോയിൽ റോഡ്, റെയിൽ, തുറമുഖം, IT, ഏവിയേഷൻ എന്നിവയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വിശദമായി പരിശോധിക്കും. അവയുടെ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യും. ചില പ്രോജക്റ്റുകളെ പിന്നോട്ട് വലിക്കുന്ന വെല്ലുവിളികൾ കണ്ടെത്തും. ഈ വീഡിയോയുടെ അവസാനത്തോടെ തിരുവനന്തപുരം എന്തിനാണ് ഇത്ര വലിയ മാറ്റത്തിന്റെ വക്കിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകും. വരൂ, നമുക്ക് ആഴത്തിൽ പോകാം. ആദ്യം റോഡുകളെ കുറിച്ച് സംസാരിക്കാം. ഏത് നഗരത്തിന്റെയും ജീവനാടി. തിരുവനന്തപുരത്ത് റോഡുകൾക്കൊരു വലിയ മേക്ക് ഓവർ നടക്കുന്നുണ്ട്. പക്ഷേ വെല്ലുവിളികളും ഒട്ടും കുറവല്ല. ഔട്ടർ റിംഗ് റോഡ്, 80 കിലോമീറ്റർ നീളമുള്ള 6 വരി പാതയുള്ള ഈ 4871 കോടി രൂപയുടെ പ്രൊജക്ട് പാരിപ്പള്ളി മുതൽ വിഴിഞ്ഞം വരെ ഹൈവേകളെ ബന്ധിപ്പിച്ച് നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. ഭാരത്മാല പരിയോജനയുടെ ഭാഗമാണിത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവ് 1800 കോടിയിൽ നിന്ന് 3800 കോടിയായി ഉയർന്നു. കാരണം ഭൂമിയുടെ വില വർധനവും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള ഫണ്ട് പങ്കിടൽ തർക്കവും. ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഇപ്പോഴും തയ്യാറാകുന്നു. ഈ താമസം തുടർന്നാൽ ഗതാഗത കുരുക്ക് തുടരും. യാത്രക്കാർക്കും ബിസിനസ്സുകൾക്കും ബുദ്ധിമുട്ടാകും. കേരള സർക്കാർ NHAIക്ക് ഒരു കനത്ത 2 മാസത്തെ ഡെഡ്ലൈൻ നൽകി. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാരവും പൂർത്തിയാക്കാൻ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM അബ്രഹാം ഈ നീക്കം ഉറപ്പാക്കാൻ നേതൃത്വം നൽകുന്നു. 700 കോടി രൂപ NHAIക്ക് നൽകിയിട്ടും 24 ഗ്രാമങ്ങളിലെ 6000-ലധികം കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഇനിയും കൈമാറിയിട്ടില്ല. ഇത് പദ്ധതിയെ മന്ദഗതിയിലാക്കുന്ന ഒരു വലിയ തടസ്സമാണ്. തേക്കട നാവായിക്കുളം ഭാഗത്ത് പരിസ്ഥിതി അനുമതി കിട്ടാത്തത് വലിയ പ്രശ്നമാണ്. SEIAAയുടെ കാലാവധി കഴിഞ്ഞതോടെ MOEFCC ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു. ഇത് മുന്നേറ്റം താമസിപ്പിക്കുന്നു. നിയമ പോരാട്ടങ്ങളും ബ്യൂറോക്രാറ്റിക് താമസവും പദ്ധതിയെ പിടിച്ചു കുരുക്കുന്ന ഒരു വലിയ തലവേദന. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഭൂമി ഏറ്റെടുക്കൽ ചെലവ് 1800 കോടിയിൽ നിന്ന് 3800 കോടിയിലേക്ക് ഉയർന്നു. ഓഗസ്റ്റിൽ മൂല്യനിർണയം കാലഹരണപ്പെടുമ്പോൾ 12% പലിശ ചുമത്തപ്പെടും. ഇത് സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും. യൂണിയൻ മന്ത്രി നിതിൻ ഗഡ്കരി ജൂലൈ അവസാനത്തോടെ വിശദ പദ്ധതി റിപ്പോർട്ട്, അതായത് DPR പൂർത്തിയാക്കാനിരിക്കുന്നു. ടെൻഡറിംഗ് ആരംഭിക്കാൻ വഴിയൊരുക്കും. വിജയിച്ചാൽ ഈ റോഡ് നഗര ഗതാഗതം സുഗമമാക്കി വിഴിഞ്ഞത്തെ ദേശീയ ഹൈവേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കും. നാളെ ഈ ഡെഡ്ലൈൻ എങ്ങനെ മാറ്റം കൊണ്ടുവരുമെന്ന് കാത്തിരുന്നു നോക്കാം. ഈ റോഡ് പൂർത്തിയായാൽ നഗര ഗതാഗത കുരുക്ക് അവസാനിക്കും. വിഴിഞ്ഞം തുറമുഖം ദേശീയ ഹൈവേ നെറ്റ്വർക്കുമായി കൈകോർക്കും. പക്ഷേ ഈ 2 മാസം നിർണായകമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. കഴക്കൂട്ടം, കോവളം ആൻഡ് കഴക്കൂട്ടം കാരോട് ഹൈവേകൾ. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് NHAI, ഈ പ്രധാന റോഡുകളിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ കഴക്കൂട്ടം, കോവളം ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾക്കായുള്ള ഔപചാരിക നിർദ്ദേശം ഇനിയും വന്നിട്ടില്ല.
ഇത് രാത്രി യാത്രകളുടെ സുരക്ഷയെ ബാധിക്കാം. 2021 മുതൽ ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സ്ഥാനീയ അതോറിറ്റികളിൽ നിന്ന് വിശദമായ നിർദ്ദേശങ്ങൾ NHAIക്ക് ലഭിച്ചിട്ടില്ല. കോർപ്പറേഷൻ 2021 മുതൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപനത്തിന് നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും NHAIക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഔപചാരിക അനുമതി ആവശ്യമാണ്. മോശം വെളിച്ചം മൂലം അപകടങ്ങൾ സംഭവിക്കുന്നതിനാൽ സുരക്ഷാ ആശങ്കകൾ തുടരുന്നു. അദാനി ഗ്രൂപ്പും ലുലു ഗ്രൂപ്പും ഈ പ്രോജക്റ്റിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ NHAIയുടെ അംഗീകാരമില്ലാതെ ചെയ്യാൻ കഴിയില്ല. ടൂറിസത്തിനും വ്യാപാരത്തിനും ഈ ഹൈവേകൾ നിർണായകമാണ്. സ്മാർട്ട് റോഡുകൾ 2025 മെയ് 16 സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായി 12 സ്മാർട്ട് റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. മനവീയം വീതി, കലാഭവൻ മണി റോഡ്, അയ്യങ്കാലി ഹോൾ ഫ്ലൈഓവർ റോഡ് തുടങ്ങിയ പ്രധാന മേഖലകളിൽ മെച്ചപ്പെട്ട ഡ്രെയിനേജ്, പെഡസ്ട്രിയൻ പാതകൾ, LED സ്ട്രീറ്റ് ലൈറ്റുകൾ, സൈക്കിൾ ട്രാക്കുകൾ എന്നിവയുണ്ട്. 180 കോടി ചെലവഴിച്ച് 21.34 കിലോമീറ്റർ നീളത്തിൽ ഈ റോഡുകൾ പൂർത്തിയാക്കി. എന്നിരുന്നാലും 30-ലധികം സ്മാർട്ട് റോഡ് പ്രോജക്റ്റുകൾ ഫണ്ട് ക്ഷാമവും കാലതാമസവും കാരണം ഉപേക്ഷിച്ചു. സീവറേജ് ലൈൻ പ്രശ്നങ്ങൾ മറ്റ് ചിലതിനെ മന്ദഗതിയിലാക്കി. പൂർത്തിയായ റോഡുകൾ ഗതാഗതം എളുപ്പമാക്കി, നഗര മൊബിലിറ്റി മെച്ചപ്പെടുത്തി. മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിന്റെ സാമ്പത്തിക പ്രാധാന്യം എന്താണ്? മെച്ചപ്പെട്ട റോഡുകൾ യാത്ര വേഗത്തിലാക്കും മാത്രമല്ല, അത് കേരളത്തിന്റെ സാമ്പത്തിക ഭാവി നിർണയിക്കും. NH66 വിപുലീകരണത്തിലൂടെ തിരുവനന്തപുരം കൊച്ചി റൂട്ടിൽ യാത്രാ സമയം 6.5 മണിക്കൂറിൽ നിന്ന് 4.8 മണിക്കൂറായി കുറയും. 1.7 മണിക്കൂർ ലാഭിക്കുന്നു. ഇത് പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപ ഇന്ധനലാഭവും ലോജിസ്റ്റിക്സ് ചെലവ് 15% വരെ കുറയ്ക്കാൻ സാധിക്കും. കേരളത്തിന്റെ ഇടുങ്ങിയ ഭൂപ്രകൃതിയും ഉയർന്ന ജനസാന്ദ്രതയും കണക്കിലെടുക്കുമ്പോൾ മികവുറ്റ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ പ്രധാനമാകുന്നു. NH66 ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നും കാസർഗോഡ് വരെ ചരക്ക് ഗതാഗതത്തിന്റെ പ്രധാന നട്ടെല്ല്. ഇനി റെയിൽവേയിലേക്ക് പോകാം. തിരുവനന്തപുരം ഇവിടെ വലിയ ചുവടുകൾ വെക്കുന്നുണ്ട്. 439 കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് KRDCL-ഉം RVNL-ഉം ചേർന്ന് ഈ ഐക്കണിക് സ്റ്റേഷനെ ആധുനിക ഹബ്ബാക്കി മാറ്റുന്നു. 2028 പുതിയ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ആക്സസിബിലിറ്റി, പാസഞ്ചർ കോൺകോഴ്സ് എന്നിവ പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം നോർത്ത് വഴി ചെന്നൈയിലേക്കുള്ള ട്രെയിനുകൾ റൂട്ട് ചെയ്യാനുള്ള പദ്ധതികൾ ഈ സ്റ്റേഷനെ ഇന്റർസ്റ്റേറ്റ് യാത്രയുടെ ഒരു ഗേറ്റ്വേ ആക്കും. വിഴിഞ്ഞം പോർട്ട്, ബാലരാമപുരം റെയിൽ ലിങ്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി 10.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള, അതിൽ 9.43 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് ടണൽ ഉൾപ്പെടുന്ന പുതിയ റെയിൽ പാതയിലൂടെ 2028 ഡിസംബറിന് മുമ്പായി ബന്ധിപ്പിക്കപ്പെടും. ഏകദേശം 1500 കോടി രൂപയുടെ പദ്ധതിയാണിത്. ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലാണ്. ടെൻഡർ പ്രോസസ്സിംഗ് ഉടൻ ആരംഭിക്കും. ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽ ടണലായിരിക്കും. കേരളവും ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കൂടുതൽ ഇറക്കുമതി കയറ്റുമതി സൗകര്യം നേടും. കൂടാതെ തുറമുഖത്തെ NH66മായി ബന്ധിപ്പിക്കുന്ന 1.7 കിലോമീറ്റർ റോഡിന്റെ പണി പുരോഗമിക്കുന്നു. തുറമുഖം ഗേറ്റ്വേ കണ്ടെയ്നർ നീക്കം ആരംഭിച്ചു കഴിഞ്ഞാൽ റോഡ്, റെയിൽ ലിങ്കുകൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കവച്, ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനം. സുരക്ഷയുടെ സൂപ്പർ ഹീറോ കവച് ട്രെയിൻ കൂട്ടിയിടികൾ തടയുന്ന ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യ. GPS, സെൻസറുകൾ, കമ്മ്യൂണിക്കേഷൻ ടെക് എന്നിവയോടെ പഴയ യാത്രാഭീതികൾ തകർക്കുന്നു. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗും തൽക്ഷണ ഇടപെടലും പ്രകൃതി ദുരന്തങ്ങളെയും മനുഷ്യ പിശകുകളെയും വെല്ലുവിളിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് അപകടം ഒഴിവാക്കും. റൂറൽ ട്രാക്കുകളിൽ നിന്ന് മെട്രോ നഗരങ്ങളിലേക്ക് കവച് സുരക്ഷയുടെ കവചമായി മാറുന്നു. ട്രെയിൻ ഡീവിയേഷൻ, സിഗ്നൽ പിശകുകൾ, ഹ്യൂമൻ എററുകൾ എല്ലാം കൈകാര്യം ചെയ്യാൻ ഈ ഡിജിറ്റൽ ചാമ്പ്യൻ തയ്യാറാണ്. തിരുവനന്തപുരത്തിന്റെ അവസരം. എറണാകുളം ഷൊർണൂർ ലൈനിൽ തുടങ്ങിയ കവച് തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ യാത്രക്കാർക്ക് സമാധാനവും സുരക്ഷയും ഉറപ്പാക്കും. നമ്മുടെ നഗരം അതിവേഗതയിലേക്ക് പാഞ്ഞെത്താം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി ഇപ്പോഴും സ്തംഭിച്ച അവസ്ഥയിലാണ്. പരിസ്ഥിതി അനുമതിയും കേന്ദ്ര അംഗീകാരവും ലഭിക്കാത്തതിനാൽ പദ്ധതി മുന്നോട്ട് പോകുന്നില്ല. ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വലിയ പുരോഗതി കൈവരിച്ചിട്ടില്ല.
ഫണ്ടിംഗ് വ്യക്തമല്ലാത്തതും ഒരു തടസ്സമാണ്. സംസ്ഥാനത്താകെ ആവശ്യമായ 27 റോഡ് ഓവർ ബ്രിഡ്ജുകൾ നിർമ്മാണവും തർക്കങ്ങൾ കാരണം നിന്നുകഴിഞ്ഞിരിക്കുന്നു. പുതിയ ടൈം ലൈൻ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ സിൽവർ ലൈൻ ഇപ്പോഴും ഒരു സ്വപ്നം മാത്രമായി തുടരുന്നു. ഇനി നമ്മുടെ തക്കടു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 2024 ജൂലൈ 11 വിഴിഞ്ഞം ആദ്യ കാർഗോ കപ്പൽ സാൻ ഫെർണാണ്ടോ സ്വീകരിച്ചു. ഒരു ചരിത്ര നിമിഷം. 8,867 കോടി രൂപയുടെ ഈ തുറമുഖം 2025 മെയ് 2 പ്രധാനമന്ത്രി മോദിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തോടെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി. ഒന്നാം ഘട്ടം മാത്രമാണത്. വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നതിന് പകരം അതിന്റെ നേട്ടങ്ങളും ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് പ്രൊജക്ഷൻസും കാണുന്നത് നന്നായിരിക്കും. ദയവായി ഇത് കാണുക. ജി വിജയരാഘവൻ സാറിന്റെ കൊച്ചു മനസ്സിൽ ആവിഷ്കരിച്ച സ്വപ്നമാണ് ഇന്ന് ഏഷ്യയിൽ തന്നെ സാങ്കേതിക നഗരമായി വളർന്നത്. കേരളം ഇന്ന് IT മാപ്പിൽ കിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ടെക്നോ പാർക്ക്. ഈ ഫേസിലാണ് കേരള ക്യാൻ കോഡ് എന്ന് ലോകത്തിന് മുന്നിൽ ഉറക്കെ പറഞ്ഞത്. ചെറുകെട്ടിടങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്ക് കരുത്തായപ്പോൾ ആദ്യം 155 ജീവനക്കാരിൽ നിന്ന് 10,000 പറക്കാൻ തുടങ്ങിയ കഥ. ഫേസ് 2 ഒരു തന്ത്രപരമായ നാഴികക്കല്ലായി മാറി. പ്രമുഖ ഭീമന്മാരെ ലാൻഡ് ബാങ്ക് മോഡലിൽ കൊണ്ടുവന്ന് ബിഗ് ബ്രാൻഡ് മാനേജ്മെന്റ് ഈക്വൽസ് ബിഗ് ഫ്യൂച്ചർ ജോബ് എന്ന ഫോർമുല പൊതുതലത്തിലെത്തിച്ചു. UST ഗ്ലോബൽ, ഇൻഫോസിസ് തുടങ്ങിയ ടെക് ഭീമന്മാരെ കൊണ്ടുവന്നു. ടെക്നോ പാർക്ക് ഫേസ് 3 90 ഏക്കറിൽ വ്യാപിച്ച് ഗംഗ യമുന ലീഡ് ഗോൾ ടവറുകൾ 1 മില്യൺ ചതുരശ്ര അടി വിസ്തീർണത്തിൽ സുസ്ഥിരതയും ആധുനിക സാങ്കേതികതയും ഒരുമിച്ച് കോർത്തിണക്കുന്നു. നയാഗ്രയും ടോറസും ചേർന്ന് 5.3 മില്യൺ ചതുരശ്ര അടിയിൽ IT-യും റീറ്റെയിലും സമന്വയിക്കുന്നു. വാക്ക് ടു വർക്ക് മോഡലിൽ ജോലിയും ജീവിതവും ഒരു കുടക്കീഴിൽ. ഈ ഫേസ് 40,000 പുതിയ ജോലികൾ സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. കേരളത്തിന്റെ IT മുഖം ആഗോള വേദിയിൽ തിളങ്ങാൻ. നിക്ഷേപം 292 കോടി. ടോറസ് ഡൗൺ ടൗൺ 20 ഏക്കറിൽ വിശാലമായ ഒരു ഭാവി ആസൂത്രണം ചെയ്തിരിക്കുന്നു. 3.8 മില്യൺ സ്ക്വയർ ഫീറ്റ് ഗ്രേഡ് A IT സ്പേസ്, കൂടാതെ 1.9 മില്യൺ സ്ക്വയർ ഫീറ്റ് റീറ്റെയിലും ഹോസ്പിറ്റാലിറ്റിയുമായി 1,500 കോടി മൂല്യത്തിലുള്ള ഒരു വമ്പൻ പദ്ധതിയാണിത്. ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് 4ാം ഘട്ടത്തിലൂടെ ഒരു യാത്ര പോകാം, അല്ലേ? നിങ്ങൾ തയ്യാറാണോ?
ഡിജിറ്റൽ സയൻസ് പാർക്ക് ഫേസ് 1 213 കോടിയുമായി കിഫ്ബിയുടെ പിന്തുണയിൽ 2025 മെയ്യിൽ DUK അനുമതി നൽകിയതോടെ KSITL EPC ടെൻഡർ ഒരുങ്ങുകയാണ്. ഇപ്പോൾ കബനിയിൽ 15,000 ചതുരശ്ര അടി താൽക്കാലിക സൗകര്യത്തിൽ പ്രവർത്തനം തുടങ്ങി. EPC ടെൻഡർ ഇനിയും വരാനിരിക്കുന്നു. 2025 മൂന്നാം പാദത്തിൽ നോട്ടീസ് പ്രതീക്ഷിക്കാം. 2026 അവസാനത്തോടെ 2 ലക്ഷം ചതുരശ്ര അടിയുള്ള 5 നില ഗവേഷണ കെട്ടിടം യാഥാർത്ഥ്യമാകും. 2025 ജൂലൈ 24 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയതും ആവേശകരവുമായ തീരുമാനങ്ങളിലേക്ക് കടക്കാം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ 2ാം ഘട്ട ക്യാമ്പസ് നിർമ്മാണത്തിനായി 28 ഏക്കർ ഭൂമി കൈമാറാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മേൽത്തോന്നക്കലിലും അണ്ടൂർക്കോണം പഞ്ചായത്തിലുമാണ് ഈ ഭൂമി. ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ട ടെക്നോസിറ്റി വികസനത്തിനായി വിജ്ഞാപനം ചെയ്ത 507 ഏക്കറിൽ നിന്നാണ് ഈ 28 ഏക്കർ കൈമാറുന്നത്. യൂണിറ്റി മോൾ 120 കോടിയുമായി 5 നിലകളിൽ വാണിജ്യ സൗകര്യങ്ങൾ ഒരുക്കുന്നു. L1 ബിഡർ തിരഞ്ഞെടുക്കപ്പെട്ട് 18 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. അതേസമയം ക്വാഡ് ടൗൺഷിപ്പ് 30 ഏക്കറിൽ 1200 കോടിയിലധികം നിക്ഷേപത്തോടെ റെസിഡൻഷ്യൽ, വാണിജ്യ, IT മേഖലകളെ സമന്വയിപ്പിക്കുന്നു. കേരളത്തിന്റെ വികസന യാത്രയിൽ ഒരു നാഴികക്കല്ല്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു അത്ഭുതകരമായ മാറ്റത്തിന്റെ പാതയിലാണ്. അനന്ത പദ്ധതി വിമാനത്താവളത്തിന്റെ ശേഷിയും യാത്രക്കാരുടെ അനുഭവവും പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും. ദക്ഷിണേന്ത്യയുടെ പ്രധാന കവാടമായി ഇതിനെ മാറ്റും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെർമിനൽ 2 ഒരു വമ്പൻ മാറ്റത്തിന് തയ്യാറാണ്. വിസ്തീർണം 45,000 ചതുരശ്ര മീറ്ററിൽ നിന്ന് 1,65,000 ചതുരശ്ര മീറ്ററായി വർദ്ധിക്കും. യാത്രക്കാരുടെ ശേഷി 3.2 ദശലക്ഷത്തിൽ നിന്ന് 12 ദശലക്ഷമായി ഉയരും. മൾട്ടി ലെവൽ കേർബ് ഇന്റഗ്രേറ്റഡ് ടെർമിനലിലൂടെ തടസ്സമില്ലാത്ത പ്രവേശനം ഉറപ്പാക്കും. ഇതോടൊപ്പം പുതിയ എയർപോർട്ട് പ്ലാസ, ഹോട്ടൽ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, മെച്ചപ്പെട്ട പാർക്കിംഗ്, ഒരു ആധുനിക എയർ ട്രാഫിക് കൺട്രോൾ ടവർ, അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സ്, റിമോട്ട് ചെക്ക് ഇൻ സൗകര്യങ്ങൾ എന്നിവയും വരുന്നു. കേരളത്തിന്റെ ക്ഷേത്ര വാസ്തുവിദ്യയിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഈ വിമാനത്താവളം ഒരു ആധുനിക യാത്രാ കേന്ദ്രമായി മാറും. തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിനായി 1300 കോടിയുടെ വമ്പൻ നിക്ഷേപം. ITD സിമന്റേഷൻ 960 കോടിയുടെ കരാർ ലഭിച്ചു. എന്നാൽ പങ്ക് വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ സാമ്പത്തിക വർഷം, അതായത് FY25 നിർമ്മാണം തുടങ്ങും. 2027 പദ്ധതി പൂർത്തിയാകാൻ ലക്ഷ്യമിടുന്നു. ITD സിമന്റേഷന്റെ വൈദഗ്ധ്യത്തോടെ എല്ലാ പ്രധാന നിർമ്മാണ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളും വേഗത്തിൽ മുന്നേറും. ബൈ ദ വേ, ITD സിമന്റേഷൻ ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഭാഗമാണ്. തിരുവനന്തപുരം വിമാനത്താവളം യാത്രക്കാർക്ക് പുതിയ അനുഭവം സമ്മാനിക്കും. തിരക്ക് ഗണ്യമായി കുറയ്ക്കും. കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനങ്ങൾ, സാർവത്രിക പ്രവേശനവും സ്മാർട്ട് സേവനങ്ങളും ലഭ്യമാകും. കേരളത്തിന്റെ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തും. നിർമ്മാണ സമയത്തും പിന്നീടും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ലോകോത്തര കാർഗോ ലോജിസ്റ്റിക്സ് ശേഷിയോടെ ആഗോള വ്യാപാരം ആകർഷിക്കും. എയർപോർട്ട് പ്ലാസയും ഹോട്ടലും വിമാനേതര വരുമാനം വർദ്ധിപ്പിക്കും. മെച്ചപ്പെട്ട കണക്ടിവിറ്റി ബിസിനസ്സിനും വിനോദത്തിനും ഊർജം പകരും. തിരുവനന്തപുരം ഒരു സാമ്പത്തിക ടൂറിസം ശക്തി കേന്ദ്രമായി ഉയരും. തിരുവനന്തപുരം വിമാനത്താവള വികസനം ശക്തമായ പിന്തുണയോടെ മുന്നേറുന്നു. എല്ലാ നിയന്ത്രണ പരിസ്ഥിതി അനുമതികളും ഉറപ്പാക്കി സമർപ്പിത ഫണ്ടുകൾ തയ്യാറാണ്. ആദ്യഘട്ടത്തിൽ റൺവേക്കായി ഭൂമി ഏറ്റെടുക്കലും 2034 27 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന മാസ്റ്റർ പ്ലാനും നടപ്പാകും. അദാനിയുടെ ലോകോത്തര വിമാനത്താവള അടിസ്ഥാന സൗകര്യ തന്ത്രത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ യാത്രയും വാണിജ്യവും ദശകങ്ങളോളം മാറ്റിമറിക്കാൻ ഈ പദ്ധതി തയ്യാറാണ്. എല്ലാ ഡാറ്റയും 2025 ജൂലൈ വരെ ഉള്ളതാണ്. ഇത് ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ സുഹൃത്തുക്കളെ. ഇനിയും കുറേ പദ്ധതികളുണ്ട്. അതെല്ലാം അടുത്ത എപ്പിസോഡിൽ വിശദമായി പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.